ദൈവവചനത്തിൽ ധാരാളം വാഗ്ദാനങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഈ ഒരു വാഗ്ദാനം അതെന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇത് പല പ്രാവശ്യം ഞാൻ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവവചനത്തിൽ പറയുന്ന വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്ന ഒരു ചെക്ക് പോലാണ്. ഇവിടെയും അവിടെയുമായിട്ട് ദൈവവചനം മുഴുവനും. ഇവിടെ ഒരു $10,000 ചെക്ക്, ഇവിടെ ഒരു 5,000 ചെക്ക്, മറ്റൊരെണ്ണം $3,000, 10 ലക്ഷത്തിൻ്റെ മറ്റൊരു ചെക്ക്. അതെല്ലാം ഇവിടെ തന്നെ ഇരിക്കുകയാണ്, ബാങ്കിൽ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ദരിദ്രനായിട്ടിരിക്കുന്നു. ഇതുമായിട്ട് നിങ്ങൾ സ്വർഗീയ ബാങ്കിലേക്ക് ചെല്ലണം. എന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇതെൻ്റേതാണ്, എനിക്ക് ദൈവം തന്നതാണ്. 2 കൊരിന്ത്യയിൽ പൗലോസ് പറയുന്നത് ഇത് തന്നെ. ഇത് നാം അറിഞ്ഞിരിക്കണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും, ഒരിക്കൽ ആരോ അതെല്ലാം കൂട്ടി നോക്കിയിട്ട് പ്രകാരം പറഞ്ഞു 7,000-ഓളം വാഗ്ദാനങ്ങൾ ദൈവവചനത്തിലുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഓരോ ദിവസവും ഏതാണ്ട് 20 വാഗ്ദാനങ്ങൾ. എത്ര അത്ഭുതം! ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ. ഇത് 2 കൊരിന്ത്യർ 1:20 അവനിൽ അത്രേ. അതിനർത്ഥം ഈ ചെക്കുകളൊക്കെ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ ഒപ്പുവെച്ച വാഗ്ദാനങ്ങളാണ്. ചോര കൊണ്ട് ഒപ്പുവെച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തൻ്റെ ചോര കൊണ്ട് യേശു ഒപ്പിട്ടിട്ടുള്ളതാണ് ഈ ചെക്കുകൾ. അല്ലെങ്കിൽ അവൻ്റെ രക്തം കൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവവചനത്തിൽ കാണുന്ന എല്ലാ വാഗ്ദാനങ്ങളും. ആകയാൽ ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമീൻ എന്നും തന്നെ. അതിനർത്ഥം നിങ്ങൾക്ക് ആ ചെക്ക് ലഭിക്കുമ്പോൾ ഒരു കോടീശ്വരൻ തൻ്റെ സൈനിട്ട് നിങ്ങൾക്കൊരു ചെക്ക് തരുന്നു. പണം ബാങ്കിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഇവിടെയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു, ഇന്ത്യയിലാണെങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങളുടെ ഒപ്പ് വേണം. അതിൻ്റെ പണം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഒപ്പ് അതിൻ്റെ പുറകിലുണ്ടായിരിക്കണം. എന്നിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലിടുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഞാൻ കാണുമ്പം ഞാൻ അതിൻ്റെ പുറകിൽ സൈൻ എന്ന് പറഞ്ഞാൽ ആമേൻ എന്ന് പറയണം. അങ്ങനെയാണ് നിങ്ങൾ സൈൻ ഇടുന്നത്. നിങ്ങൾ ആമേൻ എന്ന് പറയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് അതിൽ ഒപ്പിട്ട സമയത്ത് അവനിൽ അത് അത്രേ. എന്നാൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ ആമേൻ എന്ന് പറയണം. ആമേൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ എന്നാണ്. ആമേൻ എന്ന പദം ആദ്യമായിട്ട് ഇവിടെ വന്നെന്ന് ഞാൻ കാണിക്കാം. ആമേൻ ഒരു മലയാള പദമല്ല, അതൊരു എബ്രായ പദമാണ്. ദൈവവചനത്തിൽ യവന ഭാഷയിൽ എബ്രായ ഭാഷയിലുള്ള ചില പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അത് നമുക്ക് ശരിയായിട്ട് മനസ്സിലാകാറില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ്. ഇതുപോലാണ് ഹാലേലൂയ. ഹാലേലൂയ എന്ന് പറഞ്ഞാൽ, ഹാലേൽ എന്ന് പറഞ്ഞാൽ സ്തുതി. യാ എന്നുള്ളത് യഹോവയ്ക്ക് പറയുന്ന ഒരു ചുരുക്കപ്പേരാണ്. ദൈവത്തിന് സ്തുതി അല്ലെങ്കിൽ യഹോവയ്ക്ക് സ്തുതി എന്നാണ്. ഇതുപോലാണ് ബാപ്റ്റിസം എന്നുള്ള പദം. അത് യവന ഭാഷയിലുള്ളതാണ്. വെള്ളത്തിൽ മുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറയുകയോ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുപോലുള്ള മറ്റു ചില പദങ്ങളും ഉണ്ട്. ഹിപ്പോക്രറ്റ്, അതിൻ്റെ അർത്ഥം അഭിനേതാവ്. അതാണ് അതിൻ്റെ അർത്ഥം. നാടകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവം അഭിനയിക്കുന്നു. മലയാളത്തിൽ അത് കപടഭക്തൻ എന്നാണ്. 2000 കൊല്ലം മുമ്പ് ഹിപ്പോക്രറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും നാടകശാലയിലാണ്. ഇന്ന് ചോദിച്ചാൽ ആളുകൾ പറയും സഭയിലേക്ക് പോവുക. ഇതാണ് അതിൻ്റെ അർത്ഥം. കപടഭക്തൻ എന്ന് പറയാൻ ഒരു അഭിനേതാവ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കപടഭക്തിയെ സൂക്ഷിച്ചുകൊള്ളുക, അഭിനയിച്ച് ജീവിക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുക. അവരൊരു അഭിനയത്തിലാണ്. ചിലപ്പോൾ ഇതുപോലുള്ള പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. ആമേൻ എന്ന പദം ആദ്യമായിട്ട് വന്നത് ഉൽപ്പത്തി 15-ാം അധ്യായത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മളെ ചിന്തിപ്പിക്കും. ഇവിടെയാണ് ആദ്യമായിട്ട് ആമേൻ എന്ന പദം കാണുന്നത്. ഒരു രാത്രി ദൈവം അബ്രഹാമിനെ വിളിച്ചു. നാം അത് വായിക്കുന്നത് ഉൽപ്പത്തി 15:1 ഒരു ദർശനത്തിലൂടെ ദൈവം അവനെ തൻ്റെ കൂടാരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. 5-ാമത്തെ വാക്യം. ആകാശത്തിലേക്ക് നോക്കാനായിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? നിന്റെ സന്തതിയും ഇതുപോലെ ആകുമെന്ന് പറഞ്ഞു. അവന് നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമായിരുന്നില്ല. കോടാനുകോടി നക്ഷത്രങ്ങൾ. അവൻ യഹോവയെ വിശ്വസിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. എബ്രായ ഭാഷയിൽ അത് രേഖപ്പെടുത്തി ആമീൻ എന്നാണ്. അവന് ഒരു മക്കളും ഇല്ലാതിരുന്നപ്പം അവൻ പറഞ്ഞു ആമേൻ. ഇസ്മയേലും ആ സമയത്ത് ജനിച്ചിരുന്നില്ല.
ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് മക്കളുണ്ടാകുമെന്ന് പറഞ്ഞപ്പം അവൻ പറഞ്ഞു ആമേൻ. അത് ദൈവം അവൻ്റെ നീതിയായിട്ട് കണക്കിട്ടു. അതുകൊണ്ട് ദൈവവചനത്തിൽ ഒരു വാഗ്ദാനം നിങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം തനിക്കെന്ത് കഴിവുണ്ടെന്നല്ല നോക്കുന്നത്. ആ കുരുടനോട് യേശു ചോദിച്ച പോലെ എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് തന്നെ ചെയ്യാൻ കഴിയുമോ എന്നല്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇതിനുള്ള വിശ്വാസം നിനക്കുണ്ടോ? അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസത്തെ നോക്കും. നിൻ്റെ ഉള്ളിൽ ഒരിക്കലും വിശ്വാസം നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരിക്കലും. ആളുകൾ ചോദിക്കും, ഇതിനുള്ള വിശ്വാസം നിനക്കുണ്ടോ? ദൈവം ഇപ്രകാരമാണ് ചോദിക്കുന്നത്, നിനക്ക് വേണ്ടി ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. അതേ കർത്താവെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ പറയണം, ഇല്ല കർത്താവെ അത് നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഇതിൻ്റെ ഭോഷത്വം നിങ്ങൾ കണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവ് ഇത് ചെയ്യാൻ നിനക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ ആ 6 ലക്ഷം ഇസ്രായേൽ മക്കൾ ആ മല്ലന്മാരെ കണ്ടപ്പം പറഞ്ഞത്, ഇത് ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. യോശുവയുടെയും കാലേബിൻ്റെയും വിശ്വാസത്തെ നിങ്ങൾ കാണുമ്പം നിങ്ങൾ ചിന്തിക്കും, എന്തൊരു വിശ്വാസം! അതൊരു വലിയ വിശ്വാസമാണോ ഈ മല്ലന്മാരെ തോൽപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നത്? ഞാൻ ചിന്തിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു പോലും അത് പറയും, ദൈവത്തിൻ്റെ മുമ്പിൽ എന്തു മല്ലൻ! 1 കോടി മല്ലന്മാർ അവനെന്താ? അതുകൊണ്ട് യോശുവയ്ക്കും കാലേബിനും എന്തോ വലിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നല്ല. എനിക്കതില്ലല്ലോ. അതവരുടെ സാമാന്യ ബുദ്ധിയാണ്, വെറും സാമാന്യ ബുദ്ധി. മല്ലന്മാരെക്കാൾ ശക്തനാണ് ദൈവം. അതിന് നിങ്ങൾക്ക് എത്ര വിശ്വാസം വേണം? മല്ലന്മാർ 9 അടി നീളമുള്ളവരാണെങ്കിലും അത് ദൈവത്തിനൊരു വിഷയമാണോ? നിൻ്റെ ജീവിതത്തിലുള്ള ഏത് പാവമാണ് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തത്? പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ആമേൻ. അതൊരു ചെക്കാണ്. ആമീൻ എന്ന് പറഞ്ഞ് നീ അതിൻ്റെ പുറകിൽ ഒപ്പിടുകയാണ്. എന്നാൽ കർത്താവ്, ഈ പാപത്തിന് ഞാൻ എത്ര നാളായിട്ട് അടിമയായിരിക്കുന്നു. കാര്യമാക്കണ്ട, ദൈവമാണിത് പറഞ്ഞത്. കർത്താവെ, ഞാൻ സാറെ വിവാഹം കഴിച്ചിട്ട് എത്ര നാളായെന്ന് അബ്രഹാം പറയുന്ന പോലാണത്. എന്നിട്ടും എനിക്ക് മക്കളില്ല. സാരമില്ല, ദൈവമാണ് പറയുന്നത്, ഈ നക്ഷത്രത്തെ പോലെ നിനക്ക് മക്കളുണ്ടാവുമെന്ന്. ഇവിടെ അസാധ്യമെന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന പോലെ തന്നെ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ മോശമായിരിക്കും. നിങ്ങൾ പറയും, എൻ്റെ കാര്യത്തിൽ ഇത് ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. ശരിക്കും നിങ്ങൾക്കൊരു സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാ വിവാഹ ജീവിതവും അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, അത് നടക്കുമെന്ന് നിങ്ങൾ പറയുക. എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതം ചെയ്യാൻ നിനക്ക് കഴിയും. ആ മല്ലന്മാരെക്കാൾ ശക്തനാണോ നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ? ദൈവത്തിനത് പരിഹരിക്കാൻ കഴിയില്ലേ? ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല.